Dear students, in the last class we learnt about reactive intermediates which are carbocations, and we discussed the stability of carbocations, and let us continue with the discussion of carbocations. As you can see in this slide, there is the allyl carbocation. Allyl carbocation is an unsaturated carbocation and it is highly stable because its positive charge can be dispersed all over the molecule by means of p orbital overlap and charge delocalization. So a multiple bond adjacent to a carbocation is very stable because we can draw two resonance structures like these. In the first resonance structure, the positive charge is on this carbon and the double bond and the pi bond in the double bond gets shifted to this position in the second structure. So thereby this carbon gets the positive charge and the double bonds gets shifted here. Allyl carbocation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞ CH2 പോസിറ്റീവ് എന്ന് പറഞ്ഞ കാർബോകാറ്റയോണിന്റെ പേരാണ് അല്ലൈൽ കാർബോകാറ്റയോൺ. ഇത് അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാർബോകാറ്റയോൺ ആണ്. കാരണം ഇതിന് രണ്ട് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും. ഈ രണ്ട് റെസൊണൻസ് സ്ട്രക്ചേഴ്സും കാണിക്കണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോസിറ്റീവ് ചാർജ് ഈ ഒരു കാർബണിൽ മാത്രം ഒതുങ്ങിയല്ല നിൽക്കുന്നത്. ഈ കാർബണിൽ നിന്ന് ഈ കാർബണിലേക്കും അതിൽ നിന്ന് ഈ കാർബണിലേക്കും അത് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു റെസൊണൻസ് സ്ട്രക്ചറിൽ ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് എങ്കിൽ അടുത്ത റെസൊണൻസ് സ്ട്രക്ചറിൽ മൂന്നാമത്തെ കാർബണാണ് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് കൂടുതലായിട്ട് വരയ്ക്കാം. ഇതേപോലെ തന്നെയാണ് ബെൻസൈൽ കാർബോകാറ്റയോൺ. The benzyl carbocation is also stabilized by the dispersal of the positive charge over the aromatic ring through resonance. ബെൻസൈൽ കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫീനൈൽ റിംഗ് ഉണ്ടാവും. ഇതാണ് ഫീനൈൽ റിംഗ്, ബെൻസീൻ്റെ റിംഗ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു CH2 ഗ്രൂപ്പും കൂടെ ഉണ്ടാവും. അതിനാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്, ഈ കാർബൺ. പക്ഷേ ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ മാത്രം കോൺസെൻട്രേറ്റഡ് അല്ല. ഈ പോസിറ്റീവ് ചാർജിന്റെ തൊട്ടടുത്ത് ഇതുപോലെ 3 ഡബിൾ ബോൺസ് വന്നിട്ടുള്ളത് കാരണം ഈ പോസിറ്റീവ് ചാർജിനെ നമുക്ക് ഈ റിംഗിൽ മൊത്തം ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ റിംഗിൽ മൊത്തം അത് സ്പ്രെഡ് ആവും. അത് നമ്മുടെ അടുത്ത റെസൊണൻസ് സ്ട്രക്ചേഴ്സ് തെളിയിക്കുന്നുണ്ട്. അടുത്ത റെസൊണൻസ് സ്ട്രക്ചറിൽ ഈ ഡബിൾ ബോണ്ട് ഇവിടെ ഒരു പൈ ബോണ്ടായിട്ട് മാറുന്നു. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഈ കാർബണിൽ പോയിട്ട് ഈ കാർബണാണ് പോസിറ്റീവ് ചാർജ് വരുന്നത്. അത് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് റെസൊണൻസ് സ്ട്രക്ചർ എങ്കിൽ ഈ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കാർബണിന് പോസിറ്റീവ് ചാർജ് വരുന്നതായിട്ട് നമുക്ക് അടുത്ത റെസൊണൻസ് സ്ട്രക്ചറിൽ കാണാവുന്നതാണ്. ഇനി എന്ത് സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈ ബോണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കാർബണിന്, അതായത് ഇവിടുത്തെ ഈ കാർബണിനാണ് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്. അതാണ് അഞ്ചാമത്തെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ്. ഈ 5 റെസൊണൻസ് സ്ട്രക്ചേഴ്സും വരയ്ക്കുന്നതിന് പകരം നമുക്ക് തുല്യമായിട്ടുള്ള ഒരു ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഡോട്ടഡ് ലൈൻസ് കാണിക്കുന്നത് വെച്ചാൽ ഡീലോക്കലൈസേഷൻ ഓഫ് ദി പൈ ബോണ്ട് ആണ്. അപ്പോൾ ഇവിടെയും ഡീലോക്കലൈസ്ഡ് ആണ്, പിന്നെ ഇവിടെയും ഡീലോക്കലൈസ്ഡ് ആണ്. പോസിറ്റീവ് ചാർജ് മൊത്തം റിംഗിൽ ഡിസ്പേഴ്സ്ഡ് ആണ്. അതുകൊണ്ട് ഇത് അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാർബോകാറ്റയോൺ ആണ് ഈ ബെൻസൈൽ കാർബോകാറ്റയോൺ. ഇനി ഇങ്ങനെ 3 ഫീനൈൽ റിംഗ്സ് ഉള്ള ഒരു കാർബോകാറ്റയോൺ ആണെങ്കിൽ ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. അതായത് ഈ ബെൻസൈൽ കാർബോകാറ്റയോണിലെ 2 ഹൈഡ്രജൻസ് മാറ്റിയിട്ട് അവിടെ 2 ഫീനൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാർബോകാറ്റയോൺ ആണ് കിട്ടുക. ഇതിന്റെ പേര് ട്രൈഫീനൈൽ മീഥൈൽ കാർബോകാറ്റയോൺ എന്നാണ്. ട്രൈഫീനൈൽ മീഥൈൽ കാർബോകാറ്റയോൺ ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെൻസൈൽ കാർബോകാറ്റയോൺ നമ്മൾ 5 റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരച്ചെങ്കിൽ നമുക്ക് ട്രൈഫീനൈൽ മീഥൈൽ കാർബോകാറ്റയോണിന് 5 + 5 + 5 15 റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് അത് ഭയങ്കര സ്റ്റേബിൾ ആണ്. ഇതുപോലെ തന്നെ 2 ഫീനൈൽ റിംഗ് മാത്രമുള്ള ഒരു കാർബോകാറ്റയോൺ ഉണ്ട്. ബാക്കി ഹൈഡ്രജൻ, അതായത് ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ മാത്രം മാറ്റിയിട്ട് അവിടെ ഒരു ഫീനൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ആ കാർബോകാറ്റയോണിന്റെ പേര് എന്തായിരിക്കും? ഡൈഫീനൈൽ കാർബോകാറ്റയോൺ. അതും ഈ ബെൻസൈൽ കാർബോകാറ്റയോണിനെക്കാളും സ്റ്റേബിൾ ആയിരിക്കും. കാരണം അതിന് 2 ഫീനൈൽ റിംഗ്സ് ഉള്ള കാരണം 10 റെസൊണൻസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആയിരിക്കും. അപ്പൊ അതും സ്റ്റേബിൾ ആണ്. അതായത് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ എന്ന് പറയുന്നത് ഈ 3 ബെൻസീൻ റിംഗ് ഉള്ള അല്ലെങ്കിൽ ഫീനൈൽ റിംഗ് ഉള്ള
ട്രൈഫീനൈൽ മീഥൈൽ കാർബോകാറ്റയോൺ ആയിരിക്കും. അതിനുശേഷം ഡൈഫീനൈൽ മീഥൈൽ കാർബോകാറ്റയോൺ, അതിനുശേഷം ബെൻസൈൽ കാർബോകാറ്റയോൺ. So again I say that triphenyl methyl carbocation is more stable because of greater resonance structures. The greater the number of phenyl groups attached to the positively charged carbon, the greater will be the number of resonance structures possible, and thereby greater will be the dispersal of positive charge and consequent stabilization achieved by the carbocation through resonance. അപ്പോൾ ഇതായിരുന്നു കാർബോകാറ്റയോണിനെ കുറിച്ചുള്ള നമ്മുടെ ഡിസ്കഷൻ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വേറൊരു റിയാക്ഷൻ ഇന്റർമീഡിയറ്റിലേക്ക് പോവാം. അത് കാർബാനയോൺസ് ആണ്. Carbanions are negatively charged organic species in which the carbon carries 3 bond pairs and 1 lone pair. It is represented as this. അതായത് carbon with 3 bond pairs are shown here and the negative charge is also shown. A carbanion is an anionic reaction intermediate species that is a carbon which bears a negative charge. Examples for carbanions are the methyl carbanion, which is a primary carbanion, and also the ethyl carbanion, which is also a primary carbanion. Primary carbanions means the negatively charged carbon is attached to just one carbon or no carbon. Secondary carbanion example is isopropyl carbanion. This is isopropyl carbanion. For tertiary carbanion, the example is tertiary butyl carbanion. This is tertiary butyl carbanion. So what does secondary carbanion means? If the negatively charged carbon is attached to 2 carbon atoms, this is called secondary carbanion. And if the negatively charged carbon atom is attached to 3 carbon atoms, it is called tertiary carbanion. അപ്പോൾ നമ്മൾ മുമ്പ് കാർബോകാറ്റയോൺസ് പറഞ്ഞപ്പോൾ ഇതൊക്കെ പറഞ്ഞതാണ്. നമുക്ക് നെയിം ചെയ്യാൻ ഏകദേശം അറിയാവുന്നതാണ്. പ്രൈമറി കാർബാനിയോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാർബൺ ഒരു കാർബൺ ആറ്റം മാത്രമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് പ്രൈമറി എന്ന് വിളിക്കാവുന്നതാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഈഥൈൽ കാർബാനിയോൺ, മീഥൈൽ കാർബാനിയോൺ. ഇനി നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാർബൺ 2 കാർബൺ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ സെക്കൻഡറി കാർബാനിയോൺ എന്ന് വിളിക്കും. എക്സാമ്പിൾ ഈ കാണിച്ചിരിക്കുന്ന ഐസോപ്രൊപ്പൈൽ കാർബാനിയോൺ. ഇനി നെഗറ്റീവ് കാർബൺ ആറ്റം 3 കാർബൺ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ടെർഷ്യറി കാർബാനിയോൺ എന്ന് വിളിക്കും. അതായത് ടെർഷ്യറി ബ്യൂട്ടൈൽ കാർബാനിയോൺ ആണ് അതിന് എക്സാമ്പിൾ. വേറെയും എക്സാമ്പിൾസ് ഉണ്ട്. ആരോമാറ്റിക് കാർബാനിയോൺസ് ഉണ്ട്, ബെൻസൈൽ കാർബാനിയോൺ, phenyl carbanion, all are examples for carbanions. Now let us go to the structural features of carbanions. The negatively charged carbon center in a carbanion has an octet of valence electrons, and due to the formal charge present on the carbon, carbanions are very short-lived, highly reactive species. Being electron-rich with an unshared pair at the negative carbon center, they are nucleophiles and Lewis bases. That is, they are easily attacked by electrophiles. The carbon carrying the negative charge is sp3 hybridized, and the sp3 hybrid orbitals are arranged in a tetrahedral fashion. 3 sp3 orbitals are used to form sigma bonds with 3 atoms or groups, and the remaining sp3 orbital contains the unshared electron pair. A simple alkyl anion has a pyramidal shape similar to that of ammonia. Due to lone pair bond pair repulsions, the bond angles in alkyl carbanions are less than the normal tetrahedral angle of 109 degree 28 minutes. That is, it is between 97 and 100 degree. കാർബാനിയോൺസിന്റെ സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബോണ്ട് പെയർസ് ഉണ്ട്, പിന്നെ ഒരു അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓർബിറ്റലില് ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റൽ, അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ അല്ല. sp3യിലെ 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് 3 ബോണ്ട് ഉണ്ടാക്കും, ബോണ്ട് പെയർസ് ഉണ്ടാക്കും. അതിനുശേഷം ബാക്കിയുള്ള ഒരു sp3 ഹൈബ്രിഡ് ഓർബിറ്റലില് എന്താ പറയുക 2 ഇലക്ട്രോൺസ്, ലോൺ പെയർ ഇലക്ട്രോൺസ് ഇരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഷേപ്പ് പിരമിഡലാണ്. അമോണിയയുടെ ഷേപ്പിന് തുല്യമായിരിക്കും.
അമോണിയയുടെ ഷേപ്പിൽ ഒരു ലോൺ പെയർ ഇരിക്കുന്നത് പോലെ തന്നെയാണ് കാർബാനോണിലും ഒരു ലോൺ പെയർ ഇരിക്കുന്നത്. ഈ ബോണ്ട് ആംഗിൾ ടെട്രാഹെഡ്രൽ ആവുമ്പോൾ പിരമിഡൽ എന്നും വിളിക്കാം, ടെട്രാഹെഡ്രൽ എന്നും വിളിക്കാം. ബോണ്ട് ആംഗിൾ പിരമിഡൽ എന്നും ടെട്രാഹെഡ്രൽ എന്നും വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെട്രാഹെഡ്രലില് ഒരു ഡയറക്ഷനിൽ ഒരു എന്താ പറയാ ഇലക്ട്രോൺ ലോൺ പെയർ ഇരിക്കുന്ന ഒരു ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ് ഒരു പൊസിഷനിലുള്ളത്. ടെട്രാഹെഡ്രലിന്റെ ഒരു പൊസിഷനിലുള്ളത്. അതുകൊണ്ട് നമുക്ക് ഷേപ്പ് പിരമിഡലായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഈ പിരമിഡൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി ബോണ്ട് ആംഗിൾ സാധാരണ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ് വരേണ്ടത്. പക്ഷെ അതിനേക്കാളും കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ ഉണ്ട്. 8 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഇനി ഇവർക്ക് ആവശ്യത്തിലധികം ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവര് ന്യൂക്ലിയോഫൈൽസ് ആണ്. ഇവർക്ക് ന്യൂക്ലിയസ് ലവിങ് എന്ന് പറയാവുന്നതാണ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സ്ഥലത്താണ് അവർ അറ്റാക്ക് ചെയ്യുള്ളൂ. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് പെട്ടെന്ന് ഈ കാർബാനയോൺസിലേക്ക് അറ്റാക്ക് ചെയ്യാനുള്ള റീസൺ അതാണ്. Now let us discuss how carbanions are formed. The first step is proton abstraction. When a proton is abstracted from a carbon center, then the resulting anion is called a carbanion. The acidic hydrogen of an organic substrate can be abstracted by an appropriate base. For example, carbanions are generated from carbonyl compounds using strong bases like amides. That is by electrolytic fission of a bond in such a way that the bonding electrons are retained on the carbon atom. Okay. By abstraction of by electrolytic fission of a bond in such a way that the bonding electrons are retained by the carbon atom. Abstraction of the terminal hydrogen of acetylene with a strong base yields the acetylide ion. ഇവിടെ നമുക്ക് മനസ്സിലാവും ഇതൊരു എന്താ പറയുക ഒരു കാർബണൈൽ കോമ്പൗണ്ടിൽ ഒരു സബ്സ്ട്രേറ്റ് ആണ്. ഒരു സ്ട്രോങ് ബേസ് ആയ അമൈഡ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഈ അമൈഡ് നെഗറ്റീവ് ചാർജ്ഡ് ആണ്. അത് ഇവിടെയുള്ള ഒരു ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് പോവും. അപ്പോൾ ഈ കാർബണിന് നെഗറ്റീവ് ചാർജ് വരും. എന്നിട്ട് അമൈഡ് അമോണിയ ആയിട്ട് മാറും. അപ്പം ഇങ്ങനെ സ്ട്രോങ് ബേസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ റിയാക്ഷൻസ് ഉണ്ടാവും. ആ റിയാക്ഷനാണ് നമ്മൾ പ്രോട്ടോൺ അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. പ്രോട്ടോൺ അബ്സ്ട്രാക്ഷൻ വഴി കാർബാനയോൺസ് ഉണ്ടാക്കാൻ പറ്റും. സെക്കൻഡ് പ്രോസസ് ഇസ് decarboxylation. Decarboxylation of carboxyls lead to the formation of carbanion intermediates. By the decomposition of anions like the carboxylate ion, the loss of carbon dioxide from the acetate can yield the methyl carbanion. അതായത് ഇതൊരു കാർബോക്സിലേറ്റ് ആനിയോൺ ആണ്. ആസിഡ്സിൽ നിന്ന് ഉണ്ടാവുന്ന ആനിയോൺസ് ആണ് ഈ കാർബോക്സിലേറ്റ് ആനിയോൺ. അപ്പം ഇതിൻ്റെ ഈ നെഗറ്റീവ് ചാർജ് മാറിയിട്ട് ഇതൊരു ഡബിൾ ബോണ്ട് ആയിട്ട് മാറുന്നു. എന്നിട്ട് ഇവിടെ വെച്ച് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. അപ്പം എന്താ കിട്ടിയ R- എന്ന് പറഞ്ഞ ഒരു സ്പീഷീസും കിട്ടി. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പോയി. കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്ന റിയാക്ഷനാണ് നമ്മൾ ഡീകാർബോക്സിലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഇതും അതുപോലെ തന്നെയാണ്. ഇത് ബ്യൂട്ടനോയിറ്റ് എന്ന് പറയും. ബ്യൂട്ടനോയിറ്റ് അയോണിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പോയി കഴിഞ്ഞപ്പോൾ ഈ കാർബാനയോൺ നമുക്ക് കിട്ടി. പ്രൊപ്പൈൽ കാർബാനിയോൺ എന്ന് പറയും. അതിൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോയി. അപ്പോൾ ഇതാണ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. ഇനി നമ്മളിവിടെ അസറ്റേറ്റ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അസറ്റേറ്റ് അയോൺ ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് കിട്ടാൻ പോണ കാർബാനിയോൺ മീഥൈൽ കാർബാനിയോൺ ആയിരിക്കും. ഓക്കെ, ഒരു കാർബൺ ആറ്റത്തിന്റെ ലോസ് ഉണ്ട്. ഒരു കാർബൺ ആറ്റം, ഇതിൻ്റെ ഉള്ളിൽ 4 കാർബൺ ആറ്റം ഉണ്ടായിരുന്നു. അതിൽ ഒരു കാർബൺ ആറ്റം കുറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ഒരു കാർബൺ ആറ്റം പോയി. മൂന്നാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ബൈ ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്. ഫോർ എക്സാമ്പിൾ, ഡീകമ്പോസിഷൻ ഓഫ് an alkyl magnesium halide or Grignard reagent yields the corresponding alkyl anion. Or metals which are less electronegative than carbon, such as magnesium, sodium, mercury, etc., react with alkyl halide
at appropriate condition to form the carbon metallic bond where carbon containing negative charge and the metal contains positive charge. അതായത് ഇങ്ങനെ ഒരു അസറ്റിലീൻ എന്ന് പറഞ്ഞ ഒരു ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് എടുക്കുന്നു. സോഡിയം ലിക്വിഡ് അമോണിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോയിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഈ സോഡിയം വരും. അപ്പോൾ ഇതാണ് സോഡിയം അസറ്റലൈഡ്. ഈ സോഡിയം അസറ്റലൈഡിൽ നിന്ന് നമുക്ക് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഈ സോഡിയം പോയി കഴിഞ്ഞാൽ നമുക്കൊരു കിട്ടുന്നത് ഒരു കാർബാനിയോൺ ആണ്. അപ്പം ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിൽ നിന്ന് പെട്ടെന്ന് കാർബാനിയോൺസിനെ ഉണ്ടാക്കാൻ പറ്റും. ആ ബോണ്ട് ഒന്ന് ബ്രേക്ക് ചെയ്താൽ മതി. ഇതൊക്കെയാണ് പ്രിപ്പറേഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മെത്തേഡ്സ് ഓഫ് കാർബാനിയോൺസ്. Now let us discuss the stability of carbanions. First, let us consider the stability of single alkyl anions. Stability of alkyl carbanions can be explained by inductive effect. Greater the number of alkyl groups, that is plus I effect, attached to the carbon atom bearing negative charge, lesser is the stability. Because there is inductive effect, there is increased negative charge density on the carbon. That means primary carbanion is more stable than secondary carbanion, is more stable than tertiary carbanion. The stability of a charge system is increased by the dispersal of its charge and decreased by the intensification. Any factor assisting dispersal of the negative charge on the carbon would stabilize a carbanion, and any factor that tends to intensify the negative charge on the carbon would destabilize it. Carbanions are stabilized by electron withdrawing groups attached to the negative carbon and destabilized by electron donating substituents. The general stability of the order is tertiary alkyl anion less stable than secondary alkyl anion, less stable than primary alkyl anion. This is because of the electron releasing plus I effect of each alkyl group that intensifies the negative charge on the carbon. The greater the number of alkyl groups attached to the negative carbon, the greater the intensification of the negative charge on it and lower the stability of the ion. Obviously, such destabilization is most for a tertiary carbanion and least for primary carbanion. നമ്മൾ കാർബാനിയോന്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡേഴ്സ് ആണ് പറയുന്നത്. നമുക്കറിയാവുന്നതാണ് കാർബോകാറ്റിയോണിൽ നമ്മുടെ ടെർഷ്യറി കാർബോകാറ്റിയോൺ ആണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിള്. പക്ഷെ കാർബാനിയോൺസിൽ നേരെ തിരിച്ചാണ് വരുന്നത്. പ്രൈമറി കാർബാനിയോൺ ആണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിള്. അതിനുശേഷം സെക്കൻഡറി കാർബാനിയോൺ, ലാസ്റ്റ് ആണ് ടെർഷ്യറി കാർബാനിയോൺസ് സ്റ്റെബിലിറ്റി ഓർഡറിൽ. ഇതിന്റെ നേരെ തിരിച്ച ഓർഡർ ആയിരുന്നു കാർബോകാറ്റിയോൺസിൽ. അപ്പൊ നമ്മൾ റീസൺ പറഞ്ഞത് പ്ലസ് ഐ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ്. ഇവിടെ നമ്മൾ പറയുന്ന റീസൺ എന്ന് പറയുന്നത് പ്ലസ് ഐ എഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ്. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാർബൺ ഉണ്ട്, ആ നെഗറ്റീവ് ആയിട്ടുള്ള കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പ്ലസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ പ്ലസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്താ ചെയ്യുക? ഇലക്ട്രോണിനെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും, ഈ കാർബണിലേക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ ഈ കാർബണിന്റെ ചാർജ് കൂടി കൂടി വരും. ചാർജ് കൂടുന്നതനുസരിച്ച് അത് ഏറ്റവും കൂടുതൽ അൺസ്റ്റേബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കാർബണിലേക്ക് മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ ഈ കാർബൺ. ഇവിടെയാണെങ്കിൽ രണ്ട് പേരുടെ അടുത്ത് കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാർബൺ. ഇവിടെയാണെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാർബൺ 3 കാർബൺ ആറ്റംസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പ്ലസ് ഐ ഇഫക്റ്റ് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? ഈ ടെർഷ്യറി കാർബാനിയോൺസിലായിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചാർജ് ഫീൽ ചെയ്യുന്നത് ഇവിടെയായിരിക്കും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്പീഷീസ് ഇതാണ്. അതിനുശേഷം അതിനേക്കാളും കുറവ് നെഗറ്റീവ് ചാർജ് ഇന്റൻസിഫിക്കേഷൻ കുറവുള്ളത് ഇവിടെയാണ്. കാരണം അവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉള്ളൂ. ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രമുള്ള പ്രൈമറി കാർബാനിയോൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ. കാരണം അതിന് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കാനുള്ളത്. അതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് വരുന്നു. ഇതിനേക്കാളും സ്റ്റേബിൾ ആയിരിക്കും മീഥൈൽ carbanion. Okay, so this is the order of stability of carbanions. Okay, thank you.